നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. KPMS 55ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഇടുക്കി ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 11-ന് തൊടുപുഴ വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരത്തിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷനും മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസും സിൽക്ക് യാൻസും സംയുക്തമായി അർഹരായ 100 യുവതികൾക്ക് 15 ലക്ഷം രൂപയുടെ വിവാഹ വസ്ത്രങ്ങൾ സൗജന്യമായി നൽകുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജോസ് കെ മാണി എം പി നയിക്കുന്ന മധ്യമേഖലാ വികസന ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിന്റെ ഭാഗമായി ആന്റണി ജനവിലെ നയിക്കുന്ന LDF കോതമംഗലം മണ്ഡല വികസന മുന്നേറ്റ ജാഥയുടെ ഉദ്ഘാടനം നടന്നു. മുൻ മന്ത്രിയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള NGO യൂണിയൻ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ജീവനക്കാരുടെ കൺവെൻഷൻ നടത്തി. യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സജിമോൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. KPMS 55ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഇടുക്കി ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 11-ന് തൊടുപുഴ വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ അധ്യക്ഷത വഹിക്കും. കേരള പുലിയർ മഹാസഭയുടെ 55ാം സംസ്ഥാന സമ്മേളനം മാർച്ച് 15, 16, 17 തീയതികളിൽ എറണാകുളത്ത് നടക്കും. ഇതിന്റെ ഭാഗമായുള്ള ഇടുക്കി ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 11-ന് രാവിലെ 10 മണിക്ക് തൊടുപുഴ വ്യാപാര ഭവൻ ഹാളിൽ ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചു. KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് A സനീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലയിലെ 5 യൂണിയനുകളിൽ നിന്നുമായി 232 പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലയിലെ യൂണിയൻ സമ്മേളനങ്ങൾ 2026 ഫെബ്രുവരി 8 മുതൽ 22 വരെ നടക്കും. കൊടിമര, പതാക, ദീപശിഖ ജാഥകൾ, പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, പ്രകടനം തുടങ്ങിയ വിപുലമായ പരിപാടികളോടെയാണ് യൂണിയൻ സമ്മേളനങ്ങൾ ചേരുന്നത്. ഫെബ്രുവരി 8-ന് തൊടുപുഴ യൂണിയൻ സമ്മേളനം സംസ്ഥാന ഖജാൻജി അഡ്വക്കേറ്റ് A സനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. 15-ാം തീയതി 1.5 ലക്ഷം പേരുടെ പ്രകടനം മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലെ 5 റവന്യൂ താലൂക്ക് അടിസ്ഥാനമായിട്ടുള്ള യൂണിയൻ കമ്മിറ്റികളിലുള്ള ശാഖാ സമ്മേളനങ്ങൾ കഴിഞ്ഞ 28-ന് പൂർത്തീകരിച്ച് ഈ 8-ാം തീയതി മുതൽ ഞായറാഴ്ച മുതൽ 22-ാം തീയതി വരെ യൂണിയൻ സമ്മേളനം നടത്തുകയാണ്. യൂണിയൻ സമ്മേളനം 8-ാം തീയതി തൊടുപുഴയിൽ KPMSന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഖജാൻജി അഡ്വക്കേറ്റ് A സനീഷ് കുമാർ, ദേവികുളം യൂണിയന്റെ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റവും, പീരിമേട് യൂണിയൻ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ, ഇടുക്കി യൂണിയന്റെ സമ്മേളനം അഡ്വക്കേറ്റ് സനീഷ് കുമാർ, ഉടുമ്പൻചോല യൂണിയന്റെ സമ്മേളനം ശ്രീ സുനീഷ് കുഴിമറ്റ് എന്നിവരാണ് സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ KPMS സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK രാജൻ, സുനീഷ് കുഴിമറ്റം, ബിജു കാഞ്ഞിരം, തൊടുപുഴ യൂണിയൻ പ്രസിഡന്റ് പ്രകാശ് തങ്കപ്പൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ സാബു കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരത്തിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ, കേരള ഹോട്ടൽസ് ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനാ പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ പ്രധാന നഗരമായ തൊടുപുഴ നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന ജനങ്ങൾ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള അശാസ്ത്രീയത മൂലം പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. തൊടുപുഴ പട്ടണത്തിൽ ദിനംപ്രതി 10,000-കണക്കിന് ആളുകളും 1000-കണക്കിന് വാഹനങ്ങളും മറ്റും എത്തുന്നു എങ്കിലും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം അവരെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രവണതകൾ നഗരത്തിലേക്കുള്ള ജനങ്ങളുടെ വരവ് കുറയ്ക്കുന്നതിനും വ്യാപാര മാന്ദ്യത്തിനും നഗര പുരോഗതിക്കും തടസ്സം നിൽക്കുന്നു. താലൂക്ക്, മുനിസിപ്പൽ തുടങ്ങിയ ഓഫീസുകളിൽ വിവിധ ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ സൗകര്യമില്ല.
1 മണിക്കൂറിൽ കൂടുതൽ പബ്ലിക് ഏരിയയിൽ ആരുടെയും പാർക്കിംഗ് അനുവദിക്കരുത്. അതിന് പഴയ ബസ് സ്റ്റാൻഡ് മൈതാനത്തിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം കൊണ്ടുവരണം. ലോറി സ്റ്റാൻഡിനും മറ്റിനും സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്തണം. നിലവിലുള്ള സാധ്യമായ റോഡുകളിൽ ഒരു സൈഡ് പാർക്കിങ്ങിനായി സൗകര്യം അനുവദിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇവിടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. 10,000-കണക്കിന് പൊതുജനങ്ങളും വിവിധ ആവശ്യങ്ങൾക്ക് ഈ ജില്ലയുടെ പ്രധാനപ്പെട്ടമായ തൊഴിലേക്ക് എത്തിച്ചേരുന്നു. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയില്ല എങ്കിൽ ഇവിടുത്തെ വ്യാപാര മാന്ദ്യം ഉൾപ്പെടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് വേണ്ടിയിട്ട് എല്ലാ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയ സംഘടനകൾക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ വിപണനം ചെയ്യണമെങ്കിൽ പട്ടണം വേണം. ആ പട്ടണത്തിലേക്കുള്ള വരവ് വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്ന ഈ വാഹനങ്ങൾക്ക് കൃത്യമായി പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് വലിയ ഘടകമാണ്. ഇവിടെ പെറ്റിയടിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഒരു തലങ്ങും വിലങ്ങുമായിട്ട് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അത് ഒരു ക്രമീകരണം അത്യാവശ്യമാണ്. അത് കൃത്യമായിട്ട് ലൈൻ വരച്ച് അതിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഒത്തിരി ഫലപ്രദമാകും. അതേപോലെ തന്നെ ഈ പാർക്കിങ് രാവിലെ ടൗണിൽ എവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് എറണാകുളത്തിന് പോകുന്നവരും ഒക്കെയുണ്ട്. അവർക്കിടെ അങ്ങനെയുള്ളവർക്ക് ബാക്കിയുള്ളവരുടെ അസൗകര്യങ്ങളൊക്കെ ഏറി വരികയാണ്. അത് പാർക്കിംഗ് കൗണ്ടിൽ തന്നെ ഇടേണ്ടതായിട്ടുണ്ട്. പേ ആൻഡ് പാർക്ക് ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഇടുക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, 1 മണിക്കൂറിൽ കൂടുതൽ പാർക്കിംഗ് അനുവദിക്കരുത്. അതിന് ഇപ്പം നമുക്ക് നിരീക്ഷണ ക്യാമറകളെല്ലാം ഉണ്ട്. കച്ചവടക്കാർക്കാണെങ്കിലും ഇത് പ്രാബല്യത്തിൽ വരുവാണെങ്കിൽ അവർക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റും. തൊടുപുഴയിലെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക. അതിന് ഞങ്ങൾ എല്ലാ സംഘടനകളും കൂടി ആലോചിച്ച് കുറേ കാര്യങ്ങൾ നിവേദനമായിട്ട് ഞങ്ങൾ മുനിസിപ്പൽ ചെയർപേഴ്സണും കളക്ടർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ആവശ്യം നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് പത്രസമ്മേളനം ആലോചിക്കുന്നത്. തൊടുപുഴയിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം പുതിയ ചെയർപേഴ്സണിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിവേദനം കൊടുക്കുന്നുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തെരണിയിൽ, സെക്രട്ടറി CK നവാസ്, ട്രഷറർ അനിൽ പീടികപ്പറമ്പിൽ, KHFA പ്രസിഡന്റ് MN ബാബു മാന്തളിരുംപാറ, സെക്രട്ടറി ജോസ്ലെറ്റ് മാത്യു, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് വർക്കി കാക്കനാട്ട്, സെക്രട്ടറി ജോസ് കളരിക്കൽ, വൈസ് പ്രസിഡന്റ് പുന്നൂസ് ജേക്കിബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷനും മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസും സിൽക്ക് യാർഡ്സും സംയുക്തമായി തുണി കൊണ്ടൊരു തണൽ പദ്ധതി നടപ്പിലാക്കുന്നു. അർഹരായ 100 യുവതികൾക്ക് 15 ലക്ഷം രൂപയുടെ വിവാഹ വസ്ത്രങ്ങൾ സൗജന്യമായി നൽകുന്നതാണ് പദ്ധതിയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷനും KTGA മേഖലാ രക്ഷാധികാരികളായ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസും സിൽക്ക് യാർഡ്സും സംയുക്തമായി അർഹരായ 100 യുവതികൾക്ക് 15 ലക്ഷം രൂപയുടെ വിവാഹ വസ്ത്രങ്ങൾ സൗജന്യമായി നൽകുന്ന തുണികൊണ്ടൊരു തണൽ പദ്ധതിക്ക് മാർച്ചിൽ തുടക്കമാകും. 1 മാസം ശരാശരി 4 വധുവിന് എന്ന രീതിയിൽ 2026 മാർച്ച് മുതൽ 24 മാസം കൊണ്ടാണ് 100 പേർക്ക് വസ്ത്രങ്ങൾ നൽകുക. 96 പേർക്കും വിവാഹ സീസണിൽ 4 പേരെ കൂടി പരിഗണിച്ച് ആകെ 100 പേർക്കുമാണ് വസ്ത്രങ്ങൾ ലഭിക്കുക. KTGAയുടെ ഈ പദ്ധതിയുടെ പാർട്ട്ണർ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസും സിൽക്ക് യാർഡ്സുമാണ്. ഈ ഷോപ്പുകളിൽ നിന്നാണ് പർച്ചേസ് സാധ്യമാകുക. പർച്ചേസ് ഉദ്ദേശിക്കുന്നതിന് 15 ദിവസം മുമ്പെങ്കിലും KTGA പ്രസിഡന്റിനെയോ സെക്രട്ടറിയെയോ മറ്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളെയോ ബന്ധപ്പെടേണ്ടതാണ്. KTGA ഓഫീസിൽ നിന്നും പർച്ചേസ് വൗച്ചർ കൈപ്പറ്റേണ്ടതും ആ വൗച്ചർ പർച്ചേസ് നടത്തുന്ന ഷോപ്പുകളിൽ നൽകേണ്ടതുമാണ്. KTGA വൗച്ചർ വഴിയല്ലാതെ പർച്ചേസ് സാധ്യമല്ല. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ളവർക്കായിരിക്കും ഈ പദ്ധതിയിൽ മുൻഗണന. 15,000 രൂപയുടെ പർച്ചേസാണ് ഈ പദ്ധതി വഴി സാധ്യമാവുക. അതിന് മുകളിൽ വരുന്ന തുക കസ്റ്റമർ ഷോപ്പുകളിൽ നൽകേണ്ടതാണ്. തൊടുപുഴ മേഖലയിലെ പൊതുപ്രവർത്തകർ, കൗൺസിലർമാർ, സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്ത് മെമ്പർമാർ, മോസ്ക്, ചർച്ച്, അമ്പല കമ്മിറ്റികൾ, KTGA മെമ്പേഴ്സ് എന്നിവരുടെ ശുപാർശകൾ പരിഗണിച്ചായിരിക്കും ലിസ്റ്റ് തയ്യാറാക്കുക. ഈ ലിസ്റ്റിൽ നിന്നും അർഹരായ യുവതികളെ കണ്ടെത്താനുള്ള പരിപൂർണാവകാശം KTGA എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കായിരിക്കും. വസ്ത്രങ്ങൾ ലഭിക്കുന്ന കുടുംബാംഗങ്ങളെയോ വധുവിനെയോ ഒരു തരത്തിലും പേര്, ഫോട്ടോ എന്നിങ്ങനെയുള്ള ഒരു മാർഗത്തിലൂടെയും വെളിപ്പെടുത്തുന്നില്ല. 1 മാസം വൗച്ചർ നൽകിയ നമ്പർ എത്രയെന്നല്ലാതെ ആർക്കു നൽകിയെന്ന് ഗ്രൂപ്പിൽ പ്രസിദ്ധീകരിക്കില്ല. സ്ഥലം, ജാതി, മതം എന്നിങ്ങനെയുള്ള പരിഗണനയേക്കാൾ അർഹതയായിരിക്കും നമ്മുടെ മാനദണ്ഡമെന്നും മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുണി കൊണ്ടൊരു തണൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷനും മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസും സിൽക്ക് യാർഡ്സും സംയുക്തമായി തൊടുപുഴ മേഖലയിലെ അർഹരായ 100 യുവതികൾക്ക് 15,000 രൂപയുടെ വീതം വിവാഹ വസ്ത്രങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ ടെക്സ്റ്റൈൽ അസോസിയേഷനും മഹാറാണിയും സിൽക്ക് യാർഡ്സും ചേർന്ന് സംയുക്തമായി
തൊടുപുഴ മേഖലയിൽ നടപ്പിലാക്കുകയാണ്. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് തൊടുപുഴ മേഖലയിലുള്ള പൊതുപ്രവർത്തകർ, മുനിസിപ്പൽ കൗൺസിലേഴ്സ്, സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്ത് മെമ്പർമാർ, ചർച്ച്, മോസ്ക്, അമ്പല കമ്മിറ്റികൾ പോലുള്ള പൊതുപ്രവർത്തകരിൽ നിന്നും ഒക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിൽ ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് 15,000 രൂപയുടെ വീതം പർച്ചേസ് കൂപ്പണുകൾ നൽകി മഹാറാണിയിൽ നിന്നും സിൽക്യാൻസിൽ നിന്നും വിവാഹ വസ്ത്രങ്ങൾ, അവർക്ക് ആവശ്യമുള്ള വിവാഹ വസ്ത്രങ്ങൾ സെലക്ഷൻ അവരുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും ഇവിടെ വരുന്ന ആളുകൾ ആരാണെന്നോ ഇതിൻ്റെ അകത്ത് വരുന്നവരെ ഒരിക്കലും പരസ്യപ്പെടുത്തുകയോ അവർക്കൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുകയോ അങ്ങനെ ആണ് ഡ്രസ് സെലക്ട് ചെയ്യുന്ന അവരെ ഏറ്റവും രഹസ്യമായിട്ട് അതും അങ്ങനെ തന്നെയായിരിക്കും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ തുകയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വധുവും, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഏതൊരു വധുവും നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ 100% അവർ സംതൃപ്തമായിട്ട് അവരുടെ വിവാഹം ഏറ്റവും ഭംഗിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ അവർക്ക് കൊടുത്ത് അവരും, അതായത് സാമ്പത്തിക ഭദ്രത ഉള്ള വധു പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ ഇവരും വളരെ സന്തോഷത്തോടുകൂടി പർച്ചേസ് ചെയ്ത് പോകാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശങ്ങളോട് കൂടി വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിയിൽ മഹാറാണി കൈകോർത്തിട്ടുള്ളതെന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാം. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റിയാസ്, അനസ്, അസീസ്, നസീർ, ജോമി ചാമക്കാല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജോസ് കെ മാണി എം പി നയിക്കുന്ന മധ്യമേഖലാ വികസന ജാഥയ്ക്ക് 10-ാം തീയതി കോതമംഗലത്ത് സ്വീകരണം നൽകുന്നതിന്റെ ഭാഗമായി ആന്റണി ജോൺ എം എൽ എ നയിക്കുന്ന LDF കോതമംഗലം മണ്ഡലം വികസന മുന്നേറ്റ ജാഥയുടെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും വടാട്ടുപാറയിൽ നടന്നു. മുൻ മന്ത്രിയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജോസ് കെ മാണി എം പി നയിക്കുന്ന മധ്യമേഖലാ വികസന ജാഥയ്ക്ക് ഫെബ്രുവരി 10 കോതമംഗലത്ത് സ്വീകരണം നൽകും. ഇതിന്റെ ഭാഗമായി ആന്റണി ജോൺ എം എൽ എ നയിക്കുന്ന LDF കോതമംഗലം മണ്ഡലം വികസന മുന്നേറ്റ ജാഥയുടെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും നടന്നു. വടാട്ടുപാറയിൽ മുൻ മന്ത്രിയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റുള്ളവന്റെ ദുഃഖം അറിയണം, നാടിന്റെ അകത്ത സങ്കടം അറിയണം. അത് ശരിയായ ഒരു അറിവാണ്. ആ ശരിയായ അറിവ് ഇന്ന് നിങ്ങൾക്ക് മൊബൈലിലൂടെ കിട്ടുകയല്ല, മാധ്യമങ്ങളിലൂടെ കിട്ടുകയല്ല, പ്രചരണ സംവിധാനത്തിലൂടെ കിട്ടുകയല്ല. ആ ശരിയായ അറിവ് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് LDF ഒരുക്കിയിട്ടുള്ളത്. അതിനാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലും ബിനോയിയുടെ നേതൃത്വത്തിലും പിന്നെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലും 3 ജാഥ. ആ ജാഥയിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ താഴെത്തട്ടിലെ സത്യം എന്താണെന്ന് പറയാൻ, നിങ്ങൾ തന്നെ സ്വയം സത്യം അന്വേഷിച്ച് കണ്ടെത്താൻ, വിധി പറയുമ്പോൾ തെറ്റാതിരിക്കാൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ അരികത്തുണ്ട്. അത് നിങ്ങളെ അകത്തെത്തണം. UDF നിങ്ങളെ അകത്തെത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ പുറത്തു നിർത്തണം. അതിൽ നിങ്ങൾ ശരിയായി അറിയണം. അതിനു വേണ്ടിയാണ് 140 മണ്ഡലങ്ങളിൽ ഇവിടെ ആന്റണി ജോണിന്റെ നേതൃത്വത്തിൽ ജാഥ നടത്തുന്നത് പോലെ 140 ജാഥ നടത്തുന്നത്. ഈ രണ്ടിനെയും നിങ്ങൾ വിജയിപ്പിക്കാനുള്ള പരിശ്രമം നിങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ പ്രാരബ്ധമുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിങ്ങളുടെ നാട്ടിലും ഈ കേരളത്തിലും സാധാരണ മനുഷ്യനും വികസനത്തിനും വന്നു ചേർന്ന നിങ്ങളുടെ കണ്ണിനും നിങ്ങളുടെ കാതിനും നിങ്ങളുടെ മനസ്സിനും തീർച്ച ബോധ്യമുള്ള സത്യം, അറിവ് നിങ്ങൾ സുവ്യക്തമായി ഉള്ളിൽ രേഖപ്പെടുത്തി വോട്ട് ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രതിഷേധം ഏതെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. CPM ഏരിയ കമ്മിറ്റി അംഗം PK പൗലോസ് അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R അനിൽകുമാർ, ഏരിയ സെക്രട്ടറി KA ജോയി, CPI താലൂക്ക് സെക്രട്ടറി PT ബെന്നി, ജില്ലാ കമ്മിറ്റി അംഗം MK രാമചന്ദ്രൻ, കേരള കോൺഗ്രസ് മാണി നിയോജക മണ്ഡലം പ്രസിഡന്റ് NC ചെറിയാൻ, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി പീച്ചക്കര, കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജൻ അമ്പാട്ട്, LDF നേതാക്കളായ KK ശിവൻ, സണ്ണി പുതുശ്ശേരി, ജിജി പുളിക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 36-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി 31-ാം ബൂത്ത് കമ്മിറ്റിയും CPI ജേഷ് KM, 32-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി CPM സണ്ണി ജോസഫ് മാവറയും തങ്കപ്പൻ ചെറുകാട്ടിലും സ്വീകരിക്കും.
33-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് വിഷ്ണു തങ്കപ്പൻ CPM-ൽ നിന്നും സഖാവ് പ്രദീപ് ഉടുമ്പനാട്ട് CPI-ൽ നിന്നും സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് അസോസിയേഷൻ കേരള ഇടുക്കി ജില്ലാ സെന്ററിന്റെ നേതൃത്വത്തിൽ വനിതാ സമ്മേളനവും ഫാമിലി പെൻഷനേഴ്സ് സംഗമവും നടത്തി. തൊടുപുഴയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം അസോസിയേഷൻ എറണാകുളം ഇടുക്കി ജില്ലാ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി CG രാജഗോപാൽ നിർവഹിച്ചു. അസോസിയേഷൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ബീന കെ രവി അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് ആൻഡ് റിട്ടയേഴ്സ് അസോസിയേഷൻ കേരള ഇടുക്കി ജില്ലാ സെന്ററിന്റെ വനിതാ സമ്മേളനവും ഫാമിലി പെൻഷനേഴ്സ് സംഗമവും തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ അമ്പാടി ടൂറിസ്റ്റ് ഹോം ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം അസോസിയേഷൻ എറണാകുളം ഇടുക്കി ജില്ലാ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി CG രാജഗോപാൽ നിർവഹിച്ചു. നമ്മുടെ ഈ യോഗത്തിലേക്ക് അല്ലെങ്കിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തിലെ മെമ്പേഴ്സ് ആക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇടുക്കി പോലുള്ളൊരു ജില്ലയിൽ ഇനിയും 35 അസോസിയേറ്റ് ഫാമിലി മെമ്പേഴ്സ് ചേരാനുണ്ട് എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. കാരണം നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പിന്നീട് അറിയപ്പെടുള്ളൂ. A and B, എയുടെ നിര്യാണത്തിൽ അല്ലെങ്കിൽ ബിയുടെ നിര്യാണത്തിൽ എയെ തിരിച്ചറിയണമെങ്കിൽ അതുപോലെ സംഘടനയുടെ സഹായങ്ങൾ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വെയറബിൾസ് നമ്മുടെ റെക്കോർഡിൽ ഉണ്ടായിരിക്കണം. അതല്ല എങ്കിൽ പല കാര്യങ്ങളിലും നമുക്ക് വിട്ടുപോകുന്നുണ്ട്. ഫാമിലി പെൻഷൻ പോലും കിട്ടാത്ത ആളുകളെ നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ നമ്മുടെ സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നതിന് അതാണ് സംഘടനയുടെ നമ്മുടെ ഉദ്യോഗങ്ങളോ അല്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് കാര്യങ്ങൾ, കുടുംബസംഗമം എന്നീ സംരംഭങ്ങളിൽ സ്പൗസിനെ കൂട്ടി വരണമെന്ന് പറയുന്നത്. അസോസിയേഷൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ബീന KV അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ എറണാകുളം ജില്ലാ സെക്രട്ടറി കനകരാജ്, ഇടുക്കി ജില്ലാ സെക്രട്ടറി MI ഗോപാലൻ, വനിതാ ഫോറം കൺവീനർ ട്രീസ ജേക്കബ്, സ്റ്റെല്ല, ജോയിന്റ് സെക്രട്ടറി ജോർജ് ജോസഫ്, CS വനിതാ ഫോറം ജോയിന്റ് കൺവീനർ ആലീസ് KV, മേരിക്കുട്ടി ജോസ്, ഡോക്ടർ സാറാമ CI, ഫ്രാൻസിസ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള NGO യൂണിയൻ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ജീവനക്കാരുടെ കൺവെൻഷൻ നടത്തി. യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സജിമോൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. വനിതാ സബ് കമ്മിറ്റി കൺവീനർ KM സുഹറ അധ്യക്ഷത വഹിച്ചു. ഫെബ്രുവരി 14 നടക്കുന്ന വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് വനിതാ ജീവനക്കാരുടെ കൺവെൻഷൻ നടത്തിയത്. കേരള NGO യൂണിയൻ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ജീവനക്കാരുടെ കൺവെൻഷൻ നടത്തി. വനിതാ ജീവനക്കാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു യോഗം. 63ാമത് ഏരിയ വാർഷിക സമ്മേളനം 2026 ഫെബ്രുവരി 14 ശനിയാഴ്ച തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് വനിതാ സമ്മേളനം നടത്തിയത്. ഏരിയ സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു. വനിതാ സബ് കമ്മിറ്റി കൺവീനർ KM സുഹറ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സജിമോൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുക്കുന്ന ഇടതുപക്ഷ വികസന ബന്ധങ്ങൾക്ക് കത്തിവെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ ഞെക്കിക്കൊണ്ടുപോയ ഒരു കേന്ദ്ര ഗവൺമെന്റ്, ആ കേന്ദ്ര ഗവൺമെന്റ് പിന്തുടർന്ന് പറഞ്ഞ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ശമ്പള പരിഷ്കരണവും DAയും ലഭിക്കാതെ പോയതെന്ന് ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണ പരിപാടികൾ നമുക്ക് ജീവനൊടുക്കാനോട് പറയാൻ സാധിച്ചു. ഇപ്പോഴെന്താ പറയുന്നത്, എന്തുകൊണ്ടാണ് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് NGO അസോസിയേഷനുകാരനും NGO സംഘകാരും ഒക്കെ ഇവിടെ പ്രചരണം നടത്തുന്നുണ്ടല്ലോ. അവരുടെ മുഖത്ത് നിങ്ങൾ നോക്കി ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ മുഖത്ത് നോക്കി നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്, ആരാണ് നമുക്ക് 5 ആണ്ട് ശമ്പള പരിഷ്കരണം നടന്നത്? ഏത് കാലഘട്ടത്തിലാണ് നമുക്ക് 5 ആണ്ട് ശമ്പള പരിഷ്കരണം നമ്മുടെ അട്ടിമറിക്കപ്പെട്ടത്? ഏതെല്ലാം കാലഘട്ടത്തിലാണ് നമ്മുടെ DAയും ജീവനക്കാരുടെ ശമ്പള വേതനവും കുടിശ്ശിയും അട്ടിമറിക്കപ്പെട്ടത്? അത് നമുക്ക് മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആർജവം ഇവിടെ ഇരിക്കുന്ന വനിതാ പ്രവർത്തകർക്ക് ഉണ്ടാവണം. 1957 ശങ്കരൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കാലഘട്ടത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ അധികാരത്തിലിരുന്ന ഒരു കാലഘട്ടത്തിലും കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കോ അധ്യാപകർക്കോ ഉണ്ടായിരുന്ന ഒരു ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ ഒരു ഇടതുപക്ഷ ഗവൺമെന്റുകളും നിഷേധിക്കപ്പെട്ടിട്ടില്ല. തൊടുപുഴയിൽ നടന്ന യോഗത്തിൽ PK അബിൻ സ്വാഗതം പറഞ്ഞു. ആശംസകൾ അറിയിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MM റംസീന, ഏരിയ സെക്രട്ടറി PM മുഹമ്മദ് ജലീൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സിവിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി. സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന പരിപാടികൾ ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസ്റ്റർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂളിന്റെ 45ാമത് വാർഷികവും രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക സിസ്റ്റർ ജേസ്ലെറ്റ്,
അധ്യാപിക ലൗലി ഫ്രാൻസിസ് എന്നിവരുടെ യാത്രയയപ്പ് സമ്മേളനവുമാണ് സംഘടിപ്പിച്ചത്. മയൂക്കം 2K26 എന്ന പേരിൽ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടികൾ ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. അതിനെക്കുറിച്ച് വളരെ കരുതലും ജാഗ്രതയും കാണിക്കുവാൻ വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്കുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതിലെല്ലാം പൂർത്തിയായി എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. വീടാണ് ആദ്യത്തെ പാഠശാലയെങ്കിൽ ആ വീട്ടിലെ ആദ്യ പാഠശാലയിൽ അതിന് അനുകൂലമായ നല്ല ശിക്ഷണം, നല്ല അച്ചടക്കം, ഒപ്പം തന്നെ സ്കൂളിലേക്ക് പറഞ്ഞപ്പോൾ സ്കൂളിലെ ശിക്ഷണവുമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ കുട്ടി എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, കൂട്ടുകാർ ആരൊക്കെയാണ് എന്നിങ്ങനെ കുട്ടികൾക്ക് ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം കൊടുക്കാണ്ട് കുട്ടികളുടെ കൂടെ നടക്കുന്ന നല്ല മാതാപിതാക്കന്മാർ ഉണ്ടാകുമ്പോഴാണ് നല്ല തലമുറ രൂപപ്പെടുവാൻ. അത്തരത്തില് കുട്ടികളെ കുറിച്ചുള്ള ആ സ്വപ്നങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സാക്ഷാത്കരിക്കുന്ന രീതിയിൽ സ്കൂളുകളിലെ പ്രവർത്തനത്തോടൊപ്പം തന്നെ നിങ്ങളും ചേർന്ന് നിന്ന് സഹകരിക്കണമെന്ന് ഈ വാർഷിക ആഘോഷാവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്കൂൾ മാനേജർ ഫാദർ മാത്യു ചെറുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ സോണിയ സ്വാഗതവും അധ്യാപക പ്രതിനിധി ആനി വർഗീസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഡോക്ടർ ജോർജ് തകടിയിൽ മുഖ്യപ്രഭാഷണവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരിയിൽ എൻഡോമെന്റ് വിതരണം നടത്തി. രാജശേഖരൻ സി പുസ്തക പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷേർലി ജോസഫ്, റെജി മുക്കാട്ട്, സെന്റ് വിൻസെന്റ് പ്രോവിൻസ് കൌൺസിലർ സിസ്റ്റർ മരിയറ്റ്, നെടുങ്കണ്ടം SS UPS ഹെഡ്മാസ്റ്റർ ജിൻസ് ജോസ്, സെന്റ് മേരീസ് കിൻഡർഗാർട്ടൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫിൽഡ, തങ്കമണി STLPS ഹെഡ്മിസ്ട്രസ് ബിനീത വർഗീസ്, ഉദയഗിരി SCB പ്രസിഡന്റ് അനീഷ് MK, സ്റ്റാഫ് പ്രതിനിധികളായ അപ്പുകുട്ടൻ T, ബിജുമോൾ സെബാസ്റ്റ്യൻ, PTA ഭാരവാഹികളായ ജോജോ ജോസഫ്, ഗീതു ടിജോ, കുമാരി ആഗ്നസ്, ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ കോർത്തിണക്കി കലാസന്ധ്യയും നടന്നു. അഞ്ചുകുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന അഞ്ചുകുളം പൂരത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തേവണംകോട്ടയിലത്ത് നാരായണൻ പരമേശ്വരൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം ക്ഷേത്രാചാര്യൻ ചേർത്തല സുമിത്ത് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. ഫെബ്രുവരി 11 വരെയാണ് ഉത്സവം. വിവിധ പൂജകളും കലാപരിപാടികളും പ്രസാദിയൂട്ടും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും. അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന അഞ്ചക്കുളം പൂരത്തിന് കൊടിയേറി. ഫെബ്രുവരി 11 വരെയാണ് ഉത്സവം നടക്കുക. ശ്രീഭൂതബലി, ശീവേലി എഴുന്നള്ളത്ത്, കലശാഭിഷേകം, ബ്രഹ്മകലശം, പൊങ്കാല, ഉത്സവ ബലി ദർശനം, പള്ളിവേട്ട, ആറാട്ട് സദ്യ, ക്ഷേത്രാചാര്യനാദരവ്, ഗാനമേള, കോമഡി ഷോ, ഭരതനാട്യം, കുച്ചിപ്പുടി, നൃത്തനൃത്യങ്ങൾ, തിരുവാതിര, വീരനാട്യം എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും. ക്ഷേത്രം തന്ത്രി തേവണംകോട്ടിലത്ത് നാരായണൻ പരമേശ്വരൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം ക്ഷേത്രാചാര്യൻ ചേർത്തല സുമിത് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. പതിവ് ഉത്സവ പൂജകൾക്ക് പുറമെ 5ാം ഉത്സവ ദിവസമായ 8 ഞായറാഴ്ച രാവിലെ 8-ന് പൊങ്കാല ഉത്സവം, രാത്രി 7:30-ന് ഭജൻ, നൃത്തനൃത്യങ്ങൾ, വീരനാട്യം, 6ാം ദിവസമായ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് സർപ്പപൂജ, 7ാം ഉത്സവമായ ചൊവ്വാഴ്ച രാവിലെ 11-ന് ഉത്സവബലി, വൈകിട്ട് 5:30-ന് ചാലക്കുമുക്കിൽ നിന്നും താലപ്പൊലി എതിരേൽപ്പ് ഘോഷയാത്ര, രാത്രി 11:15-ന് പള്ളിവേട്ട, വേദിയിൽ വൈകിട്ട് 7:30 മുതൽ കലാപരിപാടികൾ, രാത്രി 9-ന് കൈകൊട്ടിക്കളി, ഉത്സവ സമാപന ദിവസമായ 11 ബുധനാഴ്ച രാവിലെ 8-ന് ലളിത സഹസ്രനാമാർച്ചന, ദേവി മാഹാത്മ്യ പാരായണം, വൈകിട്ട് 5:30-ന് വണ്ടമറ്റത്ത് നിന്നും ആറാട്ട് എതിരേൽപ്പ് ഘോഷയാത്ര, ആറാട്ട് സദ്യ, വേദിയിൽ 8-ന് കീബോർഡ്, 8:30-ന് ട്രിവാൻഡ്രം വോയിസ് ഇറ്റ് ഗാനമേള എന്നിവയും നടക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് ജയൻ കുന്നുംപുറത്ത്, സെക്രട്ടറി PR രവീന്ദ്രനാഥൻ പറച്ചാലിൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. ഇടവെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ മികവുകളുടെ അവതരണവും പ്രദർശനവും
കോർണർ PTA നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രകാശ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി മാർട്ടിൻ, 13ാം വാർഡ് മെമ്പർ ഷീജ നൌഷാദ് എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇടവെട്ടി ഗവൺമെന്റ് LP സ്കൂൾ വൈബ്രന്റ് 2K26 എന്ന പേരിൽ മികവുകളുടെ അവതരണവും പ്രദർശനവും കോർണർ PTAയും സംഘടിപ്പിച്ചു. മാർത്തോമ ആദം ഡിയോണിന്റെ വീട്ടിൽ സംഘടിപ്പിച്ച യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രകാശ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി മാർട്ടിൻ, 13ാം വാർഡ് മെമ്പർ ഷീജ നൌഷാദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പൂർണ്ണമായും കുട്ടികൾ ഏറ്റെടുത്ത് നടത്തിയ ഈ പരിപാടി എല്ലാ വിധേനയും ശ്രദ്ധേയമായി. ചടങ്ങിൽ മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ലൈജു ടീച്ചറെ ആദരിച്ചു. പ്രധാന അധ്യാപിക ജിജിമോൾ മുഖ്യപ്രഭാഷണം നടത്തി. സീനിയർ അസിസ്റ്റന്റ് ഷഹന കരീം, നസീറ നൌഷാദ്, ഷർമിമോൾ M, സോൾജി അനീഷ്, അനു ഷാജൻ എന്നിവർ പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് മോഹനൻ PN, MPTA പ്രസിഡന്റ് ജിൻസി തോമസ്, PTA അംഗങ്ങളായ പ്രസാദ് MV, സുൽഫിയ ഷാമോൻ, ശ്രുതി നിതീഷ്, ജിനിഷ ആഷിഖ്, അശ്വതി രതീഷ്, സജിത അൻഷാദ്, അഞ്ജു രാജേഷ്, ആതിര നിതീഷ്, സോണി അജേഷ്, ഐഷ ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മേലുകാവ് കുളത്തിക്കണ്ടം ശാസ്താപുരം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊടിയിറങ്ങി. ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ സുധാകരൻ തന്ത്രിയുടെയും മേൽശാന്തി രാജേഷ് മദിയത്തിന്റെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ, താലപ്പൊലി, വർണ്ണാഭമായ ഘോഷയാത്ര, വിവിധ കലാപരിപാടികൾ, പ്രസാദയൂട്ട് എന്നിവ ഉണ്ടായിരുന്നു. മേലുകാവ് കുളത്തിക്കണ്ടം ശാസ്താപുരം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം 94ാമത് മകരോത്ര മഹോത്സവം കൊടിയിറങ്ങി. ചെണ്ടമേളങ്ങളുടെയും നിറപറയുടെയും നിലവിളക്കിന്റെയും ഭക്തജനങ്ങളുടെ ശരണമന്ത്രങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ സുധാകരൻ തന്ത്രിയുടെയും മേൽശാന്തി രാജേഷ് മദിയത്തിന്റെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. താലപ്പൊലി ഘോഷയാത്ര, ഗരുഡൻ പറവ, കലാസന്ധ്യ, കാവടി ഘോഷയാത്ര, ദേവനൃത്തം, നരസിംഹമൂർത്തി പൂക്കാവടി, ആട്ടക്കാവടി, ചെണ്ടമേളം, വിവിധ കലാപരിപാടികൾ എന്നിവ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. തുടർന്ന് ആറാട്ടോടെ കൊടിയിറങ്ങി. SNDP കരയോഗം പ്രസിഡന്റ് PS ഷാജി പുത്തൻപുരയ്ക്കൽ, വൈസ് പ്രസിഡന്റ് സന്ദീപ് നെല്ലിക്കൽ, സെക്രട്ടറി MK പ്രകാശൻ മാറാമറ്റത്തിൽ, വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി സുകുമാരൻ കാനത്തിൽ, യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ സൈജു ഭാസ്കരൻ മരോട്ടിക്കൽ എന്നിവരടങ്ങുന്ന ആഘോഷ കമ്മിറ്റി തിരുവുത്സവത്തിന് നേതൃത്വം നൽകി. പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ റീത്തായുടെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫൊറോന വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ കൊടിയേറ്റ് നിർവഹിച്ചു. തുടർന്ന് ഇന്ദിരാപുരം ഇടവക വികാരി ഫാദർ ലിറ്റോ ചെറുവള്ളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. തീർത്ഥാടന കേന്ദ്രമായ കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയും അസാധികാര്യങ്ങളുടെ മധ്യസ്ഥയുമായ വിശുദ്ധ റീത്തായുടെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫൊറോന വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ കൊടിയേറ്റും തിരുസ്വരൂപ പ്രതിഷ്ഠയും നിർവഹിച്ചു. ജനതകളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ
മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗ്ഗി കാറ്റിന്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വഴങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തുടർന്ന് ഇന്ദിരാപുരം ഇടവക വികാരി ഫാദർ ലിറ്റോ ചെറുവള്ളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനമോ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടെ ബലി അർപ്പിക്കാം. ലോകത്തിൻ്റെ ഏകദേശം 1/4 അടക്കി വാണിരുന്നവരാണ് ഗ്രീക്കുകാർ. അതുകൊണ്ട് തന്നെ അവർ ഭൂമിയിലുള്ള മറ്റെല്ലാ ജനതകളെക്കാളും ഒരുപടി മേലെയാണ് എന്നവർ കരുതിയിരുന്നു. അതേസമയം മറുവശത്തുണ്ടായിരുന്ന യഹൂദരും ഒട്ടും കുറവല്ല. കാരണം ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയാണ് തങ്ങൾ എന്നുള്ള ആ ഒരു അഭിമാനവും അതോടൊപ്പം തന്നെ ഒരു അഹങ്കാരവും അവരുടെ മനസ്സിലുമുണ്ടായിരുന്നു. അങ്ങനെ ജെറൂസലേമിൽ മാത്രമുള്ള ഒരേ ഒരു ദേവാലയം, യഹൂദർക്ക് വേണ്ടിയുള്ള ആ ദേവാലയത്തിൽ ആരാധിക്കാൻ പക്ഷേ ലോകത്തിൻ്റെ 3/4 ഭരിക്കുന്ന ഗ്രീക്കുകാരിൽ നിന്ന് ഏതാനും ചിലരും വന്നുകൂടി. ഒരുപക്ഷെ അവരുടെ തിരിച്ചറിവായിരിക്കാം അതിന് കാരണം. പ്രധാന തിരുനാൾ ദിവസങ്ങളായ ശനിയാഴ്ച രാവിലെ 6 മണിക്കും 7 മണിക്കും 10 മണിക്കും വിശുദ്ധ കുർബാന നൊവേന, 4 മണിക്ക് നൊവേന വിശുദ്ധ കുർബാന ലദ്ദീഞ്ഞ് ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാലിൽ നയിക്കും. ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ വചന സന്ദേശം നൽകും. തുടർന്ന് സെന്റ് മദർ തെരേസ കപ്പേളയിലേക്ക് പ്രദക്ഷിണം, ആശീർവാദം, സമാപന പ്രാർത്ഥന, ആകാശവിസ്മയം, ബാൻഡ്, ചെണ്ടമേളങ്ങൾ. ഫെബ്രുവരി 8 ഞായറാഴ്ച രാവിലെ 5:45-നും 7:30-നും 10 മണിക്കും 11:30-നും വിശുദ്ധ കുർബാന നൊവേന. വൈകിട്ട് 4 മണിക്ക് നൊവേന റാസ കുർബാന സന്ദേശം. ഫാദർ ജോൺസൺ ഒറവപ്ലാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ആന്റണി മുട്ടത്തുകുടിയിൽ, ഫാദർ ജോർജ് പള്ളിക്കുന്നേൽ എന്നിവരാണ് സഹകാർമ്മികർ. തുടർന്ന് പ്രദക്ഷിണം കാളിയാർ സെന്റ് ജൂഡ് കപ്പേളയിലേക്ക്. തുടർന്ന് ആശീർവാദം, സമാപന പ്രാർത്ഥന, വാദ്യമേളങ്ങൾ, നാടകം എന്നിവ ഉണ്ടായിരിക്കും. 13/2/2026 വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും തിരുനാളും 15/2/2026 ഞായറാഴ്ച 8-ാം ഇടവും ആചരിക്കും. തിരുനാൾ ദിവസങ്ങളിൽ കുമ്പസാരിക്കുന്നതിനും അമ്പ് മുടി എഴുന്നള്ളിക്കുന്നതിനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും മുട്ടിന്മേൽ നീന്തുന്നതിനുമുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. പ്രധാന തിരുനാൾ ദിവസത്തെ തിരുകർമ്മങ്ങൾ BBC ന്യൂസിൽ തത്സമയ സംപ്രേഷണം ലഭ്യമാണ്. സംസ്ഥാനത്തെ മികച്ച ക്ഷീരകർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട ഉടുമ്പന്നൂർ സ്വദേശി ഷൈനെ
ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് വസതിയിലെത്തി അനുമോദിച്ചു. മാധ്യമപ്രവർത്തകൻ KA സിദ്ദിഖും ഒപ്പമുണ്ടായിരുന്നു. ഒരു ദിവസം ഏകദേശം 1000 ലിറ്ററിലധികം പാലാണ് ക്ഷീരകൃഷിയിലൂടെ ഷൈൻ ലഭ്യമാക്കുന്നത്. മികച്ച കർഷകനായ അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവവും ലാളിത്യവും മാതൃകയാക്കേണ്ടത് തന്നെയാണെന്ന് മനോജ് കോക്കാട്ട് പറഞ്ഞു. പിന്നെ എത്ര കന്നാലി ഉണ്ട്? ഏകദേശം 300 മേലെ 300 പശുക്കളുണ്ട്. അതിൽ കറവയുള്ളതിനും ഏകദേശം 270 പശുക്കൾ കറവയുള്ള. എത്ര നാളായിട്ട് ഈ മേഖലയിൽ? 18-20 വർഷത്തോളമായിട്ട്. സന്തുഷ്ടമാണ്. തീർച്ചയായിട്ടും. ഈ ഫാം നമ്മുടെ ക്ഷീര ഉൽപാദനത്തിലേക്ക് വരുന്ന ആളുകൾ കൂടുതലായി കടന്നു വരാത്തതിന് കാരണം എന്താ? ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിന്റെ വിലക്കുറവും കാര്യങ്ങളും ഇതുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കൂടുതലും ആളുകൾ ഇതിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്മാറി പോകുന്നതിന്റെ കാരണം. ഈ പാല് വിപണനം എങ്ങനെയാ? പാലായിട്ടാണോ അത് മറ്റു പാൽ ഉൽപ്പന്നങ്ങളാണോ? പാലായിട്ടാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത്. ഇപ്പം മിൽമയ്ക്കാണല്ലോ നമ്മളാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാല് കൊടുക്കുന്നത്. പിന്നെ ഞാൻ വേറെ ഏകദേശം 1000 ലിറ്ററോളം പാല് വേറെ ലോക്കല് ഭാര്യയുടെയും കുടുംബത്തിന്റെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടും വലിയ സന്തോഷത്തോടും കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കാർഷിക വൃത്തിയിൽ നിൽക്കുന്നത്. ഏതായാലും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPMS 55ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഇടുക്കി ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 11-ന് തൊടുപുഴ വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരത്തിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷനും മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസും സിൽക്ക് യാൻസും സംയുക്തമായി അർഹരായ 100 യുവതികൾക്ക് 15 ലക്ഷം രൂപയുടെ വിവാഹ വസ്ത്രങ്ങൾ സൗജന്യമായി നൽകുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജോസ് കെ മാണി MP നയിക്കുന്ന മധ്യമേഖലാ വികസന ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിന്റെ ഭാഗമായി ആന്റണി ജോൺ MLA നയിക്കുന്ന LDF കോതമംഗലം മണ്ഡല വികസന മുന്നേറ്റ ജാഥയുടെ ഉദ്ഘാടനം നടന്നു. മുൻ മന്ത്രിയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള NGO യൂണിയൻ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ജീവനക്കാരുടെ കൺവെൻഷൻ നടത്തി. യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സജിമോൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.